ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗം. പ്രത്യേകിച്ച് മുമ്പ് തിളങ്ങി നിന്ന ഒരു നടി രണ്ടാമത് വെള്ളിത്തിരയിലേക്ക് വരാൻ പോകുമ്പോൾ ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. അത് മഞ്ജു വാര്യരുടെ രണ്ടാം വരവിനെക്കുറിച്ചുള്ളൊരു ചർച്ചയാണ്. ഒരുപക്ഷെ ഇന്ന് മാധ്യമങ്ങളിൽ അത് വലിയൊരു ചർച്ചയാണ്. നവ്യ ശ്രദ്ധിച്ചോ? നവ്യ മഞ്ജുവിനെ വിളിച്ചില്ലേ? പിന്നെ തീർച്ചയായിട്ടും മഞ്ജു ചേച്ചിയെ വിളിക്കാറുണ്ടല്ലോ. എൻ്റെ പുസ്തകം റിലീസ് ചെയ്യാൻ പോകുന്നത് മഞ്ജു ചേച്ചിയാണ്. സുഗതകുമാരി ടീച്ചറിൽ നിന്ന് മഞ്ജു ചേച്ചി ഏറ്റുവാങ്ങും. സുഗതകുമാരി ടീച്ചറാണ് പ്രകാശന ചടങ്ങ്. മഞ്ജു എന്താ പറഞ്ഞത് രണ്ടാമതൊരു തിരിച്ചുവരവിനെ കുറിച്ച്? നവ്യയുടെ എന്താ പറഞ്ഞത്? അതൊരു പേഴ്സണൽ ടോക്ക് അല്ലേ. മഞ്ജു ചേച്ചി ഞാനുമായിട്ട് നവ്യയുടെ അഭിപ്രായം എന്താ തിരിച്ചു വരുന്നതിനെ കുറിച്ചോ? ആരും തിരിച്ചു വരുന്നതിനെ കുറിച്ച് ഇപ്പം അത് മഞ്ജു ചേച്ചി എന്നല്ല, ആരായാലും തിരിച്ചു വരുന്നതിനെ കുറിച്ച് എനിക്കങ്ങനെ എതിരഭിപ്രായമൊന്നുമില്ല. കാരണം അവർക്ക് നല്ല സിനിമകൾ വരികയാണ്, അല്ലെ അവരെ തേടി നല്ല കഥാപാത്രങ്ങൾ വരികയാണ്, അതിനെല്ലാ രീതിയിലും സാഹചര്യങ്ങൾ ഒത്തുവരികയാണെങ്കിൽ അത് ചെയ്യുക. അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് അവരുടെ ഒരു കൂട്ടായ തീരുമാനമാണ്. മാരീഡ് ആണെങ്കിൽ കൂട്ടായ തീരുമാനമാണ്, സെപ്പറേറ്റഡ് ആണെങ്കിൽ ഒരാളുടെ തീരുമാനമാണ്, വിവാഹത്തിന് മുൻപാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും അങ്ങനെ ഒരു തീരുമാനം. ഒരുപക്ഷെ മഞ്ജുവിനെ പോലുള്ള നടികൾക്ക് മലയാള സിനിമയിൽ വലിയ സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും. നവയ്ക്ക് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയേണ്ട കാര്യമില്ല. ഒരിക്കലും ഇല്ലല്ലോ. അത്രയും മാത്രം പറഞ്ഞാൽ മതി. പ്രസക്തമല്ല അത്. ഞാൻ എന്ത് പറയുന്നു എന്നുള്ളത് മഞ്ജു ചേച്ചി എന്നൊരു നടിയെ വിലയിരുത്താൻ എൻ്റെ ആവശ്യമില്ല. ഒരുപക്ഷെ അർത്ഥവത്തായിട്ടുള്ളൊരു വ്യക്തിയെ തന്നെയാണ് നവിക്ക് ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ. എനിക്ക് മഞ്ജു ചേച്ചി എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ട നടിയാണ്. എനിക്ക് ഏറ്റവും അധികം ആരാധനയുള്ള നടിമാരിൽ ഒരാളാണ് മഞ്ജു ചേച്ചി. ഉർവശി ചേച്ചിയാണ് എനിക്ക് പിന്നെ വളരെ ഇഷ്ടമുള്ളൊരു നടി. അതിനു മുമ്പ് മഞ്ജു ചേച്ചി വരുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടി ഉർവശി ചേച്ചിയായിരുന്നു.